ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ എഴുതാനുണ്ട്. എഴുതുന്നത് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുക്കാനാണ്. പിന്നെ എനിക്കൊരു കമൻറ്റ് കണ്ടു, +1 എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ എന്ന്. അപ്പോൾ ആ വീഡിയോവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതിനിടയ്ക്ക് എൻ്റെ എഴുത്തും പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എഴുത്തിനെ കുറിച്ച് പറയാം. ഇത് ഇംഗ്ലീഷാണ് എഴുതാനുള്ളത്. സൈഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ പറഞ്ഞു. അപ്പോൾ പാഠം ആദ്യമായിട്ടാണ് തുടങ്ങുന്നത്, അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ +1 പോകണതിന് ഞാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൊടുത്ത അതേ സ്കൂളിൽ തന്നെയാണ്, ഫസ്റ്റ് കൊടുത്ത അതേ സ്കൂളിൽ തന്നെയാണ് ആദ്യമായിട്ട് കിട്ടിയത്. അപ്പോൾ അത് നല്ലൊരു ഹാപ്പി ആയിരുന്നു. പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ജസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ഒക്കെ നടന്നു പോകുന്ന ആ വഴിയേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് കുറേ ആൾ അവിടേക്ക് തന്നെ കൊടുത്തു. അപ്പോൾ നല്ല രസം ഉണ്ടായിട്ട് അവിടെ തന്നെ കൊടുത്തു. ആദ്യമൊക്കെ നല്ല പാങ്ങുണ്ടായിരുന്നു. ക്ലാസ്സല്ല മറ്റേ ഫ്രണ്ട്സ് അങ്ങനെയല്ല ആയിട്ട് ക്ലാസ്. പിന്നെ ഫസ്റ്റ് +1 സയൻസ്, ബയോളജി സയൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സയൻസ് പിന്നെ ഫസ്റ്റ് തൊട്ട് അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ. +1 +2 ആൾക്കാർക്കാണെങ്കിൽ നല്ല ടഫാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇത് എന്തായാലും ഉണ്ടാവുമല്ലോ. 10 നേരെ +1 വന്ന് അതുണ്ടായിരുന്നു. പിന്നെ ഇത് ഫ്രണ്ട്സൊക്കെ അന്നത്തെ ഫ്രണ്ട്സ് തന്നെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ഫ്രണ്ട്സ് എല്ലാം. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല ഹാപ്പിയാണ്. പിന്നെ പുതിയ ആളോടായിട്ട് വലിയ ഈ കമ്പനി ഒന്നും ഉണ്ടായിട്ടാ, ജസ്റ്റ് മുണ്ടെന്ന് പോലും ഉണ്ടായിട്ടാ ക്ലാസ്മേറ്റ്സിനോട്. ഇപ്പോൾ കുറച്ച് നേരം ഒരു 30% നേരമായിക്കോണേ വരുന്നുള്ളൂ. പിന്നെ ക്ലാസ് ഓരോന്നും മനസ്സിലാവുന്നില്ല, അതാണ് പ്രശ്നം. നമുക്കൊടുത്ത എല്ലാവർക്കും ഇതേ അവസ്ഥയാണ്. ഇപ്പോൾ ക്ലാസ്സിലത്തെ എല്ലാവരും ഓരോരോ ഗാങ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നേരെ ഓരോടായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ക്ലാസ്സിൻ്റെ പ്രശ്നം. പിന്നെ നോട്ട്സൊക്കെ എഴുതാൻ പറഞ്ഞാൽ ഒരു ലോഡുണ്ട്. ക്ലാസ്സിൽ തന്നെ എല്ലാ നോട്ട് തരും, എന്നാലും വീട്ടിൽ വന്ന് ഹോംവർക്ക്, പിന്നെ ഓരോന്നും ടെക്സ്റ്റ് നോക്കി ചിത്രം വരയ്ക്കാൻ പറയും. അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടാകുന്നു. അതെല്ലാം എഴുതി ടൈം വേണമല്ല, പഠിക്കാനുള്ളതെന്ന് ഒരു സെക്കൻഡ് പോലെ ടൈം ഉണ്ടായിരുന്നില്ല, അത്രക്കും ബിസിയാണ്. പിന്നെ ഇത് ഇംഗ്ലീഷ് എഴുതി കഴിഞ്ഞു. പിന്നെ അടുത്തത് എഴുതാനുണ്ട്. അടുത്തത് സുവോളജി ആണ്. പുതിയ പാഠം എഴുതാൻ പറഞ്ഞിരുന്നു, അതാണ്. അതിൻ്റെ അടുത്ത് ഞാൻ എന്തെല്ലാം കഴിച്ചു. നോട്ട് എഴുതിയത് കൈ തന്നെ നമ്പലാവുന്നു, അത്രക്കും നോട്ട്സാണ് എഴുതാനുള്ളത്. ഞാൻ നോട്ട് എഴുതുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് എൻ്റെ അനിയൻ ഹിന്ദി എഴുതുന്നുണ്ടായത്. അപ്പോൾ പറഞ്ഞു എൻ്റെത് എടുക്ക്. പിന്നെ അത് ഞാൻ എടുത്തു. അവന് സ്പീഡാക്കി കാണുമ്പോൾ ഒരു നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നല്ലോ. പിന്നെ അടുത്തത് ഞാൻ അതിൽ കുറച്ച് സ്ഥലം വിടാനാണ് പറഞ്ഞിരുന്നത്. 4 പേജ് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 3 പേജ് വിടണമെന്ന് പറഞ്ഞു. ഞാൻ 4 പേജ് വിട്ടു. എൻ്റെ അക്ഷരം കുറച്ച് വലുതാണ്, അപ്പോൾ ഞാൻ 4 പേജ് വിട്ടു. 4 പേജ് തേയുന്നേ ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നടു പേജ് കീറി അതിലത്തെ ഒരു പേജ് ഒട്ടിച്ച് എഴുതാം അങ്ങനെ വിചാരിച്ചു. അപ്പം അങ്ങനെ എഴുതാമെന്ന് വിചാരിച്ച് അങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു. അതിൽ പെട്ടിയും ബോക്സും എല്ലാം വരയ്ക്കാനുണ്ടായിരുന്നു, അത് വരച്ചു. ഇത് വീഡിയോ എടുക്കുന്നത് സാറ്റർഡേ ആണ്, അന്നാണ് ഇതെല്ലാം എഴുതിയത്. പിന്നെ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോ, ഞാൻ വായിക്കാം സമയം കിട്ടുമ്പോൾ. നോട്ട് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ +1 ഏത് കോഴ്സാണ് സെലക്ട് ചെയ്തത് എന്നൊക്കെ കമൻറ്റ് ചെയ്തോ, ഞാൻ എല്ലാം വായിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് കമ്പാരിറ്റീവ്ലി കെമിസ്ട്രിയാണ്, എല്ലാം ടഫാണ്. എന്നാലും കുറച്ച് മനസ്സിലാവാത്ത ആ കെമിസ്ട്രിയുടെ ടോപ്പിക്സൊക്കെ കുറച്ച് ടഫാണ്, അതാണ്. പിന്നെല്ലാം വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, അതാണ് എൻ്റെ അവസ്ഥ. ഈ പാഠം എഴുതി തീരാനായി. അപ്പോൾ ലാസ്റ്റ് പെട്ട് ഞാൻ എങ്ങനെയല്ലോ വരച്ചു. സ്ഥലം തേയോ എന്ന് വിചാരിച്ച് പേടിച്ച് തേഞ്ഞു. അപ്പോൾ അതിലത്തെ എല്ലാം എഴുതി കൊടുത്തു. പിന്നെ അത് ഒട്ടിക്കാനുണ്ടായിരുന്നില്ലേ, അത് ഒട്ടിച്ചു. ടോട്ടൽ ഇപ്പോൾ 6 പേജായി അങ്ങനെ. അപ്പോൾ
ഇനി അടുത്തത് ഉണ്ടായിരുന്നത് 2 ദിവസം ലീവ് ആയതുകൊണ്ട് മാത്സ് ഹോംവർക്ക് ഉണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എഴുതാമെന്ന് വിചാരിച്ചു. അത് എഴുതി കഴിഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞു. രണ്ടാമത്തെയാണ് അത് ഇപ്പുറത്തെ ക്വസ്റ്റ്യൻസ് എഴുതിന്, അതാണ് ഞാൻ എഴുതിയത്. അപ്പോൾ അത് എഴുതി. പിന്നെ ഞാനെല്ലാം ജസ്റ്റ് മറിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത് ഒരു പേജ് അങ്ങനെ വെട്ടിയിരിക്കുന്നത്. പിന്നെ ഹോംവർക്ക് എന്ന് എഴുതി ക്ലീൻ ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഇത്ര തന്നെയാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യൂ.